ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കും, നമ്മുടെ CSIR ഫിസിക്സിൻ്റെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ CSIR പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, എത്ര നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നോ അത്രയും നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു തവണയെങ്കിലും ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതിൻ്റെ സിലബസ് എത്രയുണ്ടെന്നും എത്ര നേരത്തെ പഠിച്ചു തുടങ്ങണമെന്നുള്ളതൊക്കെ ബോധം ഒരു തവണയെങ്കിലും എഴുതിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇനി എഴുതിയിട്ടില്ലെങ്കിലും MSc പഠിക്കുന്ന ഒരാൾക്ക് നമുക്കറിയാം അല്ലേ, നമ്മുടെ MSc സിലബസ് അപ്പാടെ അതിലും കൂടിയ സിലബസാണ് ഈ 6 മാസം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. 6 മാസം കൊണ്ട് 2 വർഷത്തെ സിലബസ് പ്ലസ് കുറച്ച് അധികം പേപ്പറുകളും കൂടി നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന്, ശരിയല്ലേ? അപ്പോൾ പ്രിപ്പറേഷൻ എത്ര നേരത്തെ നമ്മൾ ആരംഭിക്കുന്നോ അത്രയും കാര്യങ്ങൾ എളുപ്പമാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ 6 മാസത്തെ കോഴ്സാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ 6 മാസത്തിൽ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങണം. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ, ആപ്ലിക്കേഷൻ കൊടുക്കട്ടെ, ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യട്ടെ, സിറ്റി ഇൻറ്റിമേഷൻ വരട്ടെ, അങ്ങനെയൊക്കെ നോക്കിയിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പ്രിപ്പറേഷൻ നടക്കത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം സിലബസ് അത്ര വാസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് ഇത്രയും പഠിച്ചു തീർക്കാം എന്നൊന്നും നടക്കത്തില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് നമ്മൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ഈ സെറ്റിനും ഒക്കെ നമ്മൾ ടൈം ടേബിൾ കൊടുക്കുന്ന, സെറ്റ് പരീക്ഷയ്ക്ക് പോലും നമ്മൾ ടൈം ടേബിൾ കൊടുത്താൽ ആ ടൈം ടേബിൾ വെച്ചിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ നെറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ ടൈം ടേബിൾ കൊടുത്തിട്ട് അതിനനുസരിച്ച് പഠിക്കാൻ പറഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് സാധ്യമാകും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ടൈം ടേബിൾ കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ പഠിച്ചു പോകാൻ വേണ്ടിയാണ്. അതൊരു ഫ്രെയിം വർക്കാണ്. ആ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെ പഠിച്ചു തീർക്കാൻ പറ്റാത്തത് പഠിച്ചു തീർക്കാനായിട്ട് നമ്മൾ അഡീഷണൽ ഡേയ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിലബസ് ഒന്ന് പഠിച്ചു തീർക്കുന്നത്. ആ സിലബസ് പഠിച്ചു തീർക്കാൻ നമ്മൾ താമസിക്കും തോറും റിസ്ക് നമ്മുടെ ഭാഗത്താണ്. അപ്പോൾ ഡിസംബർ ബാച്ചിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി. നമ്മൾ മാറ്റി മാറ്റി വെക്കും തോറും സിലബസ് നമ്മുടെ മേൽ ചെലുത്തുന്ന പ്രഷർ കൂടി വരും. സോ അതുകൊണ്ട് പ്രിപ്പറേഷൻ ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ആരംഭിക്കുക. നൗ, ടുഡേ ആൻഡ് നൗ, അതായിരിക്കണം നമ്മുടെ മന്ത്രം. അപ്പോൾ നല്ല ദിവസമോ നല്ല മുഹൂർത്തമോ ഒന്നും നോക്കി നിൽക്കേണ്ട, പഠനം ഇപ്പോഴേ ആരംഭിച്ചു. നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഡിസംബർ ബാച്ചിലെ ലോങ് ടേം ബാച്ചിൻ്റെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ടൈം ടേബിളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കും. അവരോട് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു പോകാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ച് പഠിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉടനെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ആരംഭിക്കും. അപ്പോൾ അങ്ങനെ വളരെ ചിട്ടയായിട്ടുള്ള ഒരു പഠനത്തിലൂടെ നിങ്ങൾക്ക് അടുത്ത നെറ്റ് പരീക്ഷ നേടാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ജൂണിലെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പരീക്ഷ മാറ്റിവെച്ചു. ഇനി ആ പരീക്ഷ എന്തായിരിക്കും, ആ പരീക്ഷയുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിസംബറിലെ പരീക്ഷയ്ക്ക് ഈ പഴുതെല്ലാം അടച്ചുകൊണ്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും CSIR നടത്തുക. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് യാതൊരു വിധത്തിലുള്ള ലൂപ്പ് ഹോളും ഇല്ലാത്ത രീതിയിൽ അവർ കാര്യങ്ങൾ തീരുമാനമാക്കും. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് തന്നെ പരീക്ഷ നടത്താൻ, അത് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ്, സർക്കാരിൻ്റെ തന്നെ ഒരു അഭിമാന പ്രശ്നമായതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ദിവസം തന്നെ പരീക്ഷ നടത്താൻ അവർ ബദ്ധ ശ്രദ്ധാലുക്കളാണ്. സോ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. പരീക്ഷയ്ക്ക് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് മുതൽ പഠിക്കാൻ തുടങ്ങിക്കൂ. കാരണം മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് നമുക്ക് എല്ലാത്തിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് തുടങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ വെക്ടർ കാൽക്കുലസ് മുതൽ തുടങ്ങുക, സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു പോവുക. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള ടൂള് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഫോർമുലാസ് അപ്പോൾ അറിയത്തില്ലെങ്കിൽ ആ ഒരു ഭാഗം മുതൽ ആദ്യം പഠിച്ചു തുടങ്ങിക്കോളൂ. ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഫോർമുലാസ് പഠിക്കാനുള്ള സമയമുണ്ട്. ദിവസം ചെല്ലുന്തോറും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം കുറഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഫോർമുലാസ് മുതൽ തുടങ്ങുക. അവിടെ തുടങ്ങി ബാക്കി മുകളിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അങ്ങനെ പോയി നല്ല രീതിയിൽ പഠിക്കുക. ആദ്യം മാത്തമാറ്റിക്കൽ പഠിക്കുക, പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുക, എന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുക, എന്നിട്ട് ഇലക്ട്രോ ഡൈനാമിക്സിലേക്ക് പോവുക. അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിച്ചതിന് ശേഷം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിക്കണം. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് ശേഷം ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുക, എന്നിട്ട് അറ്റോമിക് ആൻഡ് മോളിക്യുലർ, എന്നിട്ട് ലാസ്റ്റ് ഇലക്ട്രോണിക്സും പഠിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പഠിക്കുന്നതിനൊരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ആദ്യമേ ഒരു പേപ്പർ പഠിച്ചു, അതിന് പകുതിയാക്കി വേറൊരു പേപ്പർ പഠിച്ചു, അവിടെ നിർത്തി ബാക്കി വേറൊരു പേപ്പർ പഠിച്ചു, അങ്ങനെ പോകരുത്.
ഈ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോയാൽ മാത്തമാറ്റിക്കൽ, ക്ലാസിക്കൽ, ക്വാണ്ടം, ഇലക്ട്രോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഫ്ലോ ഉണ്ട്, പഠിക്കുന്നതിനൊരു കണ്ടിന്യൂറ്റി കിട്ടും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി പഠിക്കുമ്പോൾ ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കുക. ഫോർമുലാസ് പിന്നെ അവസാനം നമുക്ക് വീണ്ടും ആവശ്യം വരുന്നതാണ്. അവസാനം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം മറന്നുപോകും. ഈ എത്ര നമ്മൾ നന്നായിട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ഫോർമുലാസൊക്കെ, കുഞ്ഞു കുഞ്ഞു ഫോർമുലാസൊക്കെ, മെയിൻ ഫോർമുലാസൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർത്തിരിക്കും. ഈ കുഞ്ഞു കുഞ്ഞു ഫോർമുലകൾ, കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സ്റ്റിക്കി നോട്ടായിട്ടോ വേറെ നോട്ട്ബുക്കിലോ ഒക്കെ ഒന്ന് എഴുതി വെച്ച് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അത് അവസാനം നമുക്ക് വീണ്ടും ആവശ്യം വരുന്നതാണ്. അതൊക്കെ ഓർത്ത് വെക്കുക. എന്നിട്ട് പഠിച്ചു തുടങ്ങുക. പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് വീണ്ടും ചെയ്ത് പഠിക്കുക. നിങ്ങൾ തന്നെ ആ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. സംശയം വരുമ്പോൾ മാത്രം നമ്മൾ തന്നിരിക്കുന്ന വീഡിയോയിലേക്കോ നോട്ടുകളിലേക്കോ വീണ്ടും നിങ്ങൾ പോവുക. പ്രോബ്ലംസ് ഒക്കെ തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നെ റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പരീക്ഷയ്ക്ക് എൻ്റെ ക്ലാസ്സുകളോ പരീക്ഷയ്ക്ക് വേറെ ആരുടെയും ക്ലാസ്സുകളോ നോട്ട്ബുക്കുകളോ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ തന്നെ റിസ്ക് എടുത്ത് നമ്മൾ തന്നെ പരീക്ഷ എഴുതുക. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ പരീക്ഷാ ഹാളിലാണ് എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുക. എന്നിട്ട് എന്നിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീക്ക്ലി ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഒരാൾ പോലും പരീക്ഷ എഴുതാതിരിക്കരുത്. എല്ലാവരും പരീക്ഷകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ പറയുമ്പോൾ എല്ലാ ക്ലാസ്സുകളും ലൈവിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ലൈവിൽ അറ്റൻഡ് ചെയ്താൽ നമ്മൾ പറയുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വീണ്ടും റെക്കോർഡ് സെഷൻ കിട്ടുമല്ലോ എന്നൊക്കെ കരുതി ഇരിക്കേണ്ട കാര്യമില്ല. ആ റെക്കോർഡ് സെഷൻ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രോബ്ലം ആണെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ റിയൽ ടൈമിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ പറയുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഒത്തിരി ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈവ് ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് പങ്കെടുക്കുക. നമ്മുടെ എക്സാമുകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അതിന് യാതൊരു എക്സ്ക്യൂസും വിചാരിക്കരുത്. തല കഴുത്തിന് മുകളിലുണ്ടെങ്കിൽ പരീക്ഷ എഴുതിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ടും പാലിക്കുക. അങ്ങനെ വളരെ സമഗ്രമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് ഡിസംബർ പരീക്ഷയ്ക്ക് വേണ്ടി ആവശ്യമാണ്. ഡിസംബർ പരീക്ഷയ്ക്ക് പരിപൂർണമായിട്ടുള്ളൊരു വിജയം നമുക്കുണ്ടാവണം. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെഡിയാണ്. നിങ്ങളെ ഞാൻ ഈ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.